ഓരോ മുഖത്തും പുഞ്ചിരി നിറയട്ടെ, ഓരോ നിമിഷവും സന്തോഷഭരിതമാകട്ടെ. പുഞ്ചിരിക്കൂ പരസ്പരം. പ്രപഞ്ച ചൈതന്യ സാരമേ പ്രഭാത പ്രദോഷ പ്രണാമം, പ്രഭാത പ്രദോഷ പ്രണാമം. സർവേശപാദം നമോ, ജീവേശനാമം നമോ. സർവേശപാദം നമോ, ജീവേശനാമം നമോ. സ്നേഹേശരൂപം നമോ, ഭുവനൈക സത്യം നമോ. മനസാനന്ദം തൊഴുകൈകളുമായി പരമാനന്ദം തവ കൈകളിലെ ഹൃദയ വീണതയതൻ കൃപകൾ നീട്ടുകയായി. സർവേശപാദം നമോ, ജീവേശനാമം നമോ. ചൈതന്യമേ ഈ ദാസിതൻ താഴ്മയെ കാണുവാൻ ഞാൻ എന്തേകിയോ. ആദിചൈതന്യമേ ഈ ദാസിതൻ താഴ്മയെ കാണുവാൻ ഞാൻ എന്തേകിയോ. തലമുറയെന്നും ഇനി എന്നെ വാഴ്ത്തും സൗഭാഗ്യവതി എന്ന നിശം തിരുസവിധം മമ ശരണം അടിയനിതതിമധുരം. കരകടലാദികളും മലനിര താഴ്വരയും തവ കരവിരുതിൻ കീർത്തനമോതുകയായി അത്ഭുതമോറുകയായി. സർവേശപാദം നമോ, ജീവേശനാമം നമോ. ദൈവം പരിശുദ്ധ സ്നേഹരൂപം ഭക്തരിൽ കരുണാമൃതം പൊഴിയും. ശക്തനായ ദൈവം
പരിശുദ്ധ സ്നേഹരൂപം ഭക്തരിൽ കരുണാമൃതം പൊഴിയും. എളിയവരെ നീ മഹിമയിലേറ്റി ഭക്തനു നൽകി കർമ്മഫലം നിത്യഫലം മോക്ഷഫലം മനസുഖമതുവഴിയായി. വീണുകരഞ്ഞോർക്കായി ആശ പകർന്നരുളി പരിയൊടു വന്നോരത്ഭുതമേറുകയായി സ്നേഹവിരുന്നരുളി സർവേശ പാദം നമോ ജീവേശനാമം നമോ സ്നേഹേശരൂപം നമോ ഭുവനൈക സത്യം നമോ മനസാനന്ദം തൊഴുകൈകളുമായി പരമാനന്ദം തവ കൈകളിലെ ഹൃദയ വീണതയതൻ കൃപകൾ നീട്ടുകയായി സർവേശ പാദം നമോ ജീവേശനാമം നമോ. നമസ്കാരം, ഏവർക്കും യുവ 2017 സ്വാഗതം. സർവേശ്വരനെ നമിച്ചുകൊണ്ട് യുവ 2017 ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആയിര ഹോളിക്രോസ് ചർച്ച് KCYM അണിയിച്ചൊരുക്കുന്ന യുവ 2017 ഔപചാരിക ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോയിയച്ച, പാറശാല ഫൊറോന KCYM പ്രസിഡന്റ് ശ്രീ അനീഷ്, ഹോളിക്രോസ് ചർച്ച് ഐര KCYM പ്രസിഡന്റ് ശ്രീ രാഹുൽ, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം നമുക്ക് ഇഷ്ടം പോലെ മഴ ലഭിച്ചു. കാരണം എല്ലാവരും മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രാധാന്യമർഹിക്കുന്ന ആഘോഷങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കൊണ്ടാടുന്നത്. ഒരു സമൂഹമായിട്ട്, കത്തോലിക്ക സമൂഹമായിട്ട് ഇവിടെ ആയിട്ട് 85 വർഷം പിന്നിടുകയാണ്. അതുപോലെ തന്നെ ദേവാലയമായിട്ട് 60 റൂബി ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷിക്കുവാനായിട്ട് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെ KCYM ഐര ഹോളിക്രോസ് ചർച്ചിലെ KCYM ഇവിടെ ഈ കലാവിരുന്ന് ഒരുക്കിയതിലും വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇങ്ങനെയുള്ള ഒത്തുകൂടലുകൾ അല്ലെങ്കിൽ ഒത്തുചേരലുകളും ആഘോഷങ്ങളും. കാരണം നമുക്കറിയാം, നവമാധ്യമങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഈ സാഹചര്യത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ എന്തിനും ഏതിനും നമ്മൾ അന്വേഷിക്കുന്നത് ഗൂഗിളിലാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ജീവിതക്രമത്തിന് നമ്മൾ രൂപം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയുള്ള ഒരു ജീവിതക്രമത്തിന് രൂപം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒത്തുകൂടലുകൾ തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നവയാണ്. കൂടുതലായിട്ട് യുവജനങ്ങളെ അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാനായിട്ട്, കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളായിട്ട് മാറുവാൻ, അത് തീർച്ചയായിട്ടും അവർ നൽകുന്ന മാതൃക തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഈ കുഞ്ഞുമക്കൾക്ക് ഒരു വലിയ ഒരു മാതൃകയായിരിക്കും. നോർമാൻ കസിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: The tragedy of life is not death, but what we let die while we live. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മരണമല്ല, പക്ഷേ
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ മരിക്കാനായിട്ട് അനുവദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് നോർമാൻ പറയുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു പുരാണത്തിലെ ഒരു പഴയ കഥയാണ്, നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. ആദ്യം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ, ഇതൊരു ഐതിഹ്യ കഥയാണ് പുരാണത്തിലെ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ എല്ലാം ദേവന്മാരായിരുന്നു, എല്ലാവരും ദേവന്മാരായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ ദേവന്മാരായി ഒത്തിരിയേറെ കഴിവുകളും സവിശേഷതകളുമുള്ള വ്യക്തികളായിട്ടാണ് അവരെ ദൈവം സൃഷ്ടിച്ചത്. അവര് തങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാതെ അതിനെ ഉപയോഗിക്കാതെ മുന്നോട്ട് അലസന്മാരായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ദൈവം തീരുമാനിച്ചു അവരുടെ ഈ കഴിവുകളെ എല്ലാം അവരിൽ നിന്ന് മറച്ചു വെക്കണം. അപ്പൊ ദൈവം അതിനു വേണ്ടി ആദ്യം ചിന്തിച്ചത്, അതിനെ ഒരു സഭ വിളിച്ചുകൂട്ടി അവരുടെ ഇടയിൽ അതിനെ ചർച്ച ചെയ്തപ്പോൾ പലരും പല അഭിപ്രായങ്ങളുമായിട്ട് കടന്നു വരികയാണ്. ഏറ്റവും ആദ്യം ഒരാൾ പറഞ്ഞു, അത് അവരുടെ കഴിവുകളെ നമുക്ക് ഭൂമിയുടെ ഏറ്റവും അടിയിൽ, ഏറ്റവും ആഴത്തിൽ അതിനെ കുഴിച്ചിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, അത് സാധ്യമല്ല, കാരണം അത് അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തും. അപ്പോൾ പറഞ്ഞു, കടലിനടിയിലെ അഗാധത്തില് അതിനെ ഒളിച്ചു വെക്കാം എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യരെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവര് തീർച്ചയായിട്ടും അതിനെ കണ്ടെത്തും എന്ന് വീണ്ടും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കടന്നു വന്നു. വീണ്ടും മലയുടെ മുകളില്, ഏറ്റവും മുകളില് അതിനെ വെക്കാം എന്ന് അവർ പറഞ്ഞപ്പോഴും അതിനെയും കണ്ടെത്തുമെന്ന് അവിടെ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ എടുക്കുന്ന തീരുമാനം, അങ്ങനെയുള്ള കഴിവുകളെ അവരുടെ ഹൃദയങ്ങളിൽ തന്നെ, അവരുടെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെക്കാം എന്ന് തീരുമാനമെടുക്കുന്നു. കാരണം അവിടേക്ക് അവര് തീർച്ചയായിട്ടും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ ആഘോഷത്തിന്റെ ഈ കലാവിരുന്ന് ഇവിടെ ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്ദേശം നൽകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരിയേറെ കഴിവുകൾ ഉള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും അതിനെ ഒരു വിത്ത് പോലെ, അത് പ്രകാശം കണ്ടാൽ മാത്രമേ തീർച്ചയായിട്ടും അതിന് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് മുന്നോട്ട് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ യുവജനങ്ങൾക്കും അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബലഹീനതകളിൽ കൂടുതലായിട്ട് നമ്മൾ നോക്കാതെ, അതിനേക്കാൾ ഉപരി നമ്മളുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാൻ ഇവിടെയുള്ള ഓരോ യുവജനങ്ങൾക്കും സാധിക്കട്ടെ, ഓരോ ഇടവകാംഗങ്ങൾക്കും സാധിക്കട്ടെ. ഇത്രയേറെ വർഷം പിന്നിടുമ്പോൾ ഇങ്ങനെ ഒരു ആഘോഷ ചടങ്ങിൽ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ആളുകളുടെ വ്യക്തിപരമായ കഴിവുകൾ വഴി തന്നെ അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും അവരുടെ കഴിവുകളെ തിരിച്ചറിയുകയും അതിനെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായിട്ട് എല്ലാവിധ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു. അതോടൊപ്പം ഈ ആഘോഷത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഭാവുകങ്ങളും സന്തോഷം പൂർവം നേരുന്നു. ഈ പരിപാടി, ഈ കലാവിരുന്ന് യുവ 2017 ഹോളി ക്രോസ് ചർച്ച് KCYM ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ബഹുമാനമുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഐര KCYM പ്രസിഡന്റ് രാഹുൽ, നമ്മുടെ ഈ യുവ 2017 ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സ്നേഹബഹുമാനമുള്ള KCYM പാറശാല ഫറോന ഡയറക്ടർ ലെഞ്ചി പൊളച്ച, നമ്മുടെ ഐര KCYM യൂണിറ്റ് ഡയറക്ടർ സ്നേഹബഹുമാനമുള്ള ജോയിച്ച, KCYM പാറശാല ഫറോന കൗൺസിലർ, അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര രൂപത സെക്രട്ടറിയുമായ കുമാരി സ്നേഹ, മറ്റ് യുവജന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിനോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്കോ ഇന്ന് ഇവിടെ പ്രസക്തിയില്ല. ഒത്തിരിയേറെ പ്രയത്നങ്ങൾക്കൊടുവിൽ ഒരു യുവ 2017 എന്നുള്ളൊരു പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് നിങ്ങളെ മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാകുവാൻ വേണ്ടി എനിക്ക് ഒരു അവസരം ലഭിച്ചതിന് ഞാൻ ആദ്യമേ തന്നെ ഈ ഐര KCYM യൂണിറ്റ് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകർക്കും ഒരു നന്ദി അറിയിക്കുകയാണ്. ഐര യുവജന പ്രവർത്തകരെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. KCYM പാറശാല ഫറോന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ സപ്പോർട്ടും ഒപ്പം നല്ല രീതിയിലുള്ള പങ്കാളിത്തവും നൽകി
പാറശാല ഭരണസമിതിയെ മുന്നിൽ നിന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു യുവ കൂട്ടായ്മ, യുവതലമുറ ഐര KC യൂണിറ്റിനുണ്ട്. അതിന് പ്രത്യേകം രാഹുലും അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന് പ്രവർത്തിച്ച കുമാരി സ്മിതയ്ക്കുമൊക്കെ അതിന് വളരെ ഭംഗിയായിട്ട് അതിൽ സന്തോഷിക്കാം. അതിൽ വളരെ എന്താ അഹങ്കരിക്കാം. എന്ന് പറഞ്ഞാൽ നല്ലൊരു യുവതലമുറ അല്ലെങ്കിൽ നല്ലൊരു യുവ കൂട്ടായ്മ തന്നെ ഇവിടെ ഉണ്ട്. അത് വാർത്തെടുക്കാൻ വേണ്ടി കാണിച്ച ഒരു പ്രേരണ. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. യുവാക്കളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളാണ് നാളെയുടെ ആവേശം, നിങ്ങളാണ് നാളെയുടെ നല്ല പ്രവർത്തകർ. ക്രിസ്തു കാണിച്ചെന്ന യുവത്വ കാലഘട്ടത്തിൽ കാണിച്ചെന്ന ആ മാതൃകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആയുധം. ആ ആയുധം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഐര KC യൂണിറ്റിനെ വളരെ ഭംഗിയായിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക. അതിനുള്ള കൃപാവരം നിങ്ങൾക്ക് സർവശക്തനായ ദൈവം നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും യുവ 2017 എല്ലാവിധ ഭാവങ്ങളും അതുപോലെ തന്നെ യുവജനദിന വാർഷിക ആഘോഷത്തിൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്, ജയ് KCUM. താളമേളങ്ങളുടെ നൃത്തചൂടുകളുമായി നിങ്ങളുടെ ഏവരുടെയും മനം കവരാനെത്തുന്നു വിൻസി ആൻഡ് ടീം.
Every breath of mine will magnify, making melodies, singing harmonies, falling on my knees, I'll glorify your name. Singing out your praise, shouting out your name. Every breath of mine will magnify, making melodies, singing harmonies, falling on my knees, I'll glorify your name. May your kingdom come, your will be done upon earth. Your love shines bright as we sing in a song of joy. East and west, make a sound of praise, and north and south, join the song of celebration now. Sing out His praises. Sing out His praise. Singing out your praise, shouting out your name. Every breath of mine will magnify, making melodies, singing harmonies, falling on my knees, I'll glorify your name. Making melodies, singing harmonies, falling on my knees, I'll glorify your name. നമുക്കൊരു കലക്കൻ പെർഫോമൻസ് ആയ മൈമുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നു ഏഞ്ചൽ സോഫിയ ആൻഡ് ടീം. When I was young, the small thing of light could catch my eye. The light was new, and every new day I thought that I could fly. I believed in what I hoped for, and I hoped in things unseen. I had wings and dreams could soar. I just don't feel like flying anymore. When the stars stood down at me, what had happened with their tears? Before words were spoken, before eternity. Dear Father, I need you. You'll save my heart. I want to fly higher every new day again. I was small, the first I could reach was not so high. Thought the world was so much smaller, feeling I could fly. Through distant deeps and skies, beyond infinity, below the face of heaven, these things to create. Dear Father, I need you. Go straight my heart to mend. I want to fly higher every new day again. Love. Man versus himself, man versus machine, man versus the world, mankind versus me. The circles go on, the weights on my back, the burdens keep piling up on my back. So hard to breathe, to take the next step. The mountain is high, I wait in the depths, yearning for grace and holding the back. Yeah, God is great. Yeah, oh, yes. Oh, God have mercy
పెట్టనెప్పుడు తేట తెలుగులో మీకు వందనం. ఫేసు క్రీము గట్ర పుయ్యలేదు ఎప్పుడు నాకు ఇష్టమంట పసుపు సెందనం. సెల్లు నంబరే లేదు నాకు అసలే డోరు నంబరే మీకు ఇస్తలే. సెంటు బాటిలే ముట్టనైన ముట్టలే సన్న జాజులంటే సెట్టు మోజులే. ఏ స్టార్ హోటల్ బొట్టు పెట్టి పిలిచిన దవా దవా ధాబాకే పరుగు తీస్తలే. డిస్కోలు పప్పలు డెమ్ములైట్ గుట్టిన ఆమె తోపులోనే మేళమెడతలే. ఎందుకంటే నేను పక్కా లోకల్ నేను పక్కా లోకలో. నేను వాడే గాజులు కోకారైకల్ అన్ని ఊరమాసు లెక్కలో. నేను పక్కా లోకల్ నేను పక్కా లోకలో. నేను వాడే గాజులు కోకారైకల్ అన్ని ఊరమాసు లెక్కలో. A1+1 ఆఫర్ ఉన్నదే లండన్ ఎల్లొద్దాం లగేజ్ ఎక్కుకో. నేనున్నూరు గీత దాటనే సరుకు తోటల్లో సైకిల్ వేసుకో. పిల్ల నీ బాడీ భలే భలే మెరిసిపోతదే ఇంత డైమండ్ నెక్లెస్ తీసుకో. వజ్రానికి నా ఒంటికి వరుస కుదరదే తెచ్చి తిరణాల పూసల దండేసుకో. నువ్వు చాలా సింపులే ఇదే ఉంది శాంపులే పాష్ గుండలేదు నా సిస్టము. ఎందుకంటే నేను పక్కా లోకల్ నేను పక్కా లోకలో. నేను వాడే గాజులు కోకారైకల్ అన్ని ఊరమాస లెక్కలో. నేను పక్కా లోకల్ నేను పక్కా లోకలో. నేను వాడే గాజులు కోకారైకల్ అన్ని ఊరమాస లెక్కలో. నేను പക്കാ ലോക്കൽ. സംഗീതം ഇഷ്ടപ്പെടാത്തവരെ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ നമുക്കൊരു ഗാനമായാലോ? ഒരു ഡുവറ്റ് സോങ്ങുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നു ആൻസി ആൻഡ് ആതിര.
കാതുകൾക്ക് ഇമ്പമായി ഒരു ശ്രുതിമധുര ഗാനവുമായി എത്തുന്നു ഷിജിൻ. മകനേ നീയൻ പ്രാണൻ വില എന്നും നീ എന്റേതു മാത്രമേ. എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്ക് തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആ ശാപമാ ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, ശാപമാം ക്രൂശിൽ നീ തൂങ്ങപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി. മകനേ നീ എൻ പ്രാണൻ വില, മകനേ നീ എൻ പ്രാണൻ വില എന്നെന്നും നീ എന്റേതു മാത്രമേ. എന്നെന്നും
തിരുവചനം ലോകത്തെങ്ങും പാടിയിടാം, തിരുവചനം ലോകം മുഴുവൻ ഘോഷിക്കാം, സുരഗീതം ലോകത്തെങ്ങും പാടിയിടാം. നസ്രായൻ കർത്താവേ, ലോകത്തിൻ സൃഷ്ടാവേ, തിരുവചന പൊരുളായി മണ്ണിൽ വന്ന് പിറന്നവനീശോയെ, പാവനനാം മിശിഹായേ, തിരുവചനത്തിനു മുൻപിൽ അവദാനം വാഴ്ത്തി പാടി പാടി നമിച്ചു വണങ്ങുന്നു. ഇരുളും ജീവിത വഴിയിൽ വചന വിളക്കായി തെളിയണമേ, തളരും ജീവിത മരുഭൂവിൽ തിരുവചനം ഒഴുക്കണമേ. ഇരുളും ജീവിത വഴിയിൽ വചന വിളക്കായി തെളിയണമേ, തളരും ജീവിത മരുഭൂവിൽ തിരുവചനം ഒഴുക്കണമേ. ആശ്വാസം പകരും, മനസ്സിൽ ആമോദം പകരും, ആനന്ദം പകരും നാഥാ പൊൻ തിരുവചനം. ആശ്വാസം പകരും, മനസ്സിൽ ആമോദം പകരും, ആനന്ദം പകരും നാഥാ പൊൻ തിരുവചനം. നസ്രായൻ കർത്താവേ, ലോകത്തിൻ സൃഷ്ടാവേ, തിരുവചന പൊരുളായി മണ്ണിൽ വന്നു പിറന്നവനീശോയെ, പാവനനാം മിശിഹായേ, തിരുവചനത്തിനു മുൻപിൽ അവദാനം വാഴ്ത്തി പാടി പാടി നമിച്ചു വണങ്ങുന്നു. സഹനത്തിൽ പിടയും മനസ്സിൽ വചനം പകരണമേ, ഹൃദയത്തിനകതാരിൽ വചന പൂമഴ ചൊരിയണമേ. സഹനത്തിൽ പിടയും മനസ്സിൽ വചനം പകരണമേ, ഹൃദയത്തിനകതാരിൽ വചന പൂമഴ ചൊരിയണമേ. ശാന്തി വിതച്ചിടും വചനം സൗഖ്യം നൽകിയിടും, സായുജ്യം പകരും നാഥാ സ്നേഹത്തിൻ വചനം. ശാന്തി വിതച്ചിടും വചനം സൗഖ്യം നൽകിയിടും, സായുജ്യം പകരും നാഥാ സ്നേഹത്തിൻ വചനം. നസ്രായൻ കർത്താവേ, ലോകത്തിൻ സൃഷ്ടാവേ, തിരുവചന പൊരുളായി മണ്ണിൽ വന്നു പിറന്നവനീശോയെ, പാവനനാം മിശിഹായേ, തിരുവചനത്തിനു മുൻപിൽ അവദാനം വാഴ്ത്തി പാടി പാടി നമിച്ചു വണങ്ങുന്നു. തിരുവചനം ലോകം മുഴുവൻ ഘോഷിക്കാം, സുരഗീതം ലോകത്തെങ്ങും പാടിയിടാം, തിരുവചനം ലോകം മുഴുവൻ ഘോഷിക്കാം, സുരഗീതം ലോകത്തെങ്ങും പാടിയിടാം. നസ്രായൻ കർത്താവേ, ലോകത്തിൻ സൃഷ്ടാവേ, തിരുവചന പൊരുളായി മണ്ണിൽ വന്നു പിറന്നവനീശോയെ. അവൻ പാടത്തു വിത്തു വിതച്ചേ, പുതുമഴമണി മുകിലുയർത്തുന്ന സുന്ദര സംഗീതം, പുതുമഴമണി മുകിലുയർത്തുന്ന സുന്ദര സംഗീതം. ആഹാ സുന്ദര സംഗീതം, ഓഹോ സുന്ദര സംഗീതം, ആഹാ സുന്ദര സംഗീതം, ഓഹോ സുന്ദര സംഗീതം, ആഹാ സുന്ദര സംഗീതം, ഓഹോ സുന്ദര സംഗീതം. തളർന്ന ഒരു പാവം വിതക്കാരനായി, നോക്കി നിന്ന് സ്വപ്നങ്ങൾ നെയ്തിരുന്ന പാവം വിതക്കാരനായി, അവൾ വന്നേ വന്നേ എന്റെ മാനസത്തിൽ, ഉടൻ പിന്നിൽ നിന്നും തൂക്കി വിൻവചനം, ഈശോനാഥൻ തൂക്കി വിൻവചനം, ഈശോനാഥൻ തൂക്കി വിൻവചനം. ഇനി വയലൊരുക്കേണം നമ്മൾ മനമൊരുക്കേണം, മനസ്സിൻ മലിനത നീക്കി ഒരുക്കേണം. ഇനി വയലൊരുക്കേണം നമ്മൾ മനമൊരുക്കേണം, മനസ്സിൻ മലിനത നീക്കി ഒരുക്കേണം. നൂറുമേനി കൊയ്യുവാൻ മനം കൊതിച്ചു, നൂറുമേനി
ആശയോടെ പാവം കർഷകൻ കാത്തിരിപ്പായി ഏറെ ആശയോടെ പാവം കർഷകൻ കാത്തിരിപ്പായി മഴ വീഴണേ കുളിരാവണേ മനം നീറിയും പ്രാർത്ഥിച്ചവൻ മഴ വീഴണേ കുളിരാവണേ മനം നീറിയും പ്രാർത്ഥിച്ചവൻ ഏറെ ആശയോടെ പാവം കർഷകൻ കാത്തിരിപ്പാൻ ഏറെ ആശയോടെ പാവം കർഷകൻ കാത്തിരിപ്പാൻ അവൻ വന്നേ വന്നേ എന്റെ മാനസത്തിൽ ഉടൻ പിന്നിൽ നിന്നും തൂക്കി വിൻവചനം ഈശോനാഥൻ തൂക്കി വിൻവചനം ഈശോനാഥൻ തൂക്കി വിൻവചനം ആ കല്ലിൽ വീണ വിത്തുകൾ മരതക മുത്തുകൾ വേരില്ലാതെ വാടിപ്പോയല്ലോ വേരില്ലാതെ വാടിപ്പോയല്ലോ ആ കല്ലിൽ വീണ വിത്തുകൾ മരതക മുത്തുകൾ വേരില്ലാതെ വാടിപ്പോയല്ലോ വേരില്ലാതെ വാടിപ്പോയല്ലോ വഴിയിലെ വിത്തുകൾ പറവരുന്നേ വഴിയിലെ വിത്തുകൾ പറവരുന്നേ ദൂരത്തെങ്ങോ പോയി പോയവ വാഴായി പോയല്ലോ മുൾക്കാടുകൾ ചിലവെത്തിന് തല നീട്ടുവാൻ കഴിയുവേകില്ല ചില വിത്തുകൾ മണിമുത്തുകൾ നൂറുമേനി ഫലം തന്നുവല്ലോ കേൾക്കുന്നമ്മളാണി വയല് യേശുവിൻ വചനം വിത്ത് കേൾക്കുന്നമ്മളാണി വയല് യേശുവിൻ വചനം വിത്ത് അവൻ വന്നേ വന്നേ എന്റെ മാനസത്തിൽ ഉടൻ പിന്നിൽ നിന്നും തൂക്കി വിൻവചനം ഈശോനാഥൻ തൂക്കി വിൻവചനം ഈശോനാഥൻ തൂക്കി വിൻവചനം ഇനി വഴിയൊരുക്കേണം നമ്മൾ മനമൊരുക്കേണം മനസ്സിൻ മലിനത നീക്കി ഒരുക്കേണം ഇനി വഴിയൊരുക്കേണം നമ്മൾ മനമൊരുക്കേണം മനസ്സിൻ മലിനത നീക്കി ഒരുക്കേണം. അടുത്തതായി ഒരു ക്രിസ്തീയ ഗാനവുമായി നിങ്ങളുടെ ഏവരുടെയും മുൻപിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം വാനമ്പാടി സ്നേഹ.
മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോ എന്നും നെഞ്ചിതമറിയാ ഹൃദയം പ്രാപ്തമാക്കൂ നിൻഹിതമല്ലോ തിരുഹിതമെന്നിൽ എന്നും നിറവേറണം നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോദൻ നാമം അടുത്തതായി ഒരു കളക്ടർ മാസ് പെർഫോമൻസുമായി എത്തുന്നു അസ്മിൻ ആൻഡ് ടീം. Get low when the whistle go. സൈൻ തീറ്റ ഡി തീറ്റ കോസ് തീറ്റ അല്ലടാ ടാൻ തീറ്റ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കേ. എനിക്ക് കുഞ്ഞുനാളെ മുതലേ ഡൗട്ടാണ്. ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല. എന്താണ് ഈ തീറ്റ എന്ന് പറഞ്ഞ? பாட்டொன்னு பாட போறேன்டா ஆடாம இருக்க முடியாதுடா ஊரெல்லாம் விசிலு பறக்குதுடா இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா பாட்டொன்னு பாட போறேன்டா ஆடாம இருக்க முடியாதுடா ஊரெல்லாம் விசிலு பறக்குதடா இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா ராக்குனா அங்க வெயிட்டுடா குத்துனா இங்க கெத்துடா ரெண்டுமே கலந்தா மாசுடா சே டோ ரே மீ ஃபா சோல் லா டி டோ ராக்கு குத்து சேர்ந்து வந்தா ராகா குத்து இது தாண்டா ராக்கு குத்து சேர்ந்து வந்தா ராகா குத்து இது தாண்டா நீ குடிச்சு பாரு பையா வெள்ளக்கார சோட்டா அது பேரு கொக்க கோலா 8000 வாட்ஸ் பல்பு அது எரிய தேவை பவர் அத குறைக்குது பாட்டாக்கு அட நமக்கு மேல காட்டே எட்டுக்கு போட்டி வேணாண்டா எல்லாமே ஒண்ணு இசை தாண்டா நான் சொல்லும் கருத்து இது தாண்டா சைசா ரேகா மாப்பா தனிசா ராக்கு குத்து சேர்ந்து வந்தா ராகா குத்து இது தாண்டா ராக்கு குத்து சேர்ந்து வந்தா ராகா குத்து இது தாண்டா. Hey, I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. മതി. ഒരുമാതിരി ബൂർഷാ ടോണിൽ എന്നോട് സംസാരിക്കരുത്. സംസാരിച്ചാണ് എന്തിയോ? I'll chop your head off if you this come back. ഇംഗ്ലീഷ് തെരുവാ ബ്ലഡി ഫൂൾ. ബാക്കിലോട്ട് വരാൻ. I'm fine.
എന്റെ പുതിയ ഗാനം കേട്ടോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. എങ്ങനുണ്ട് എന്റെ പാപ്പാ പ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ഞാൻ ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അകത്ത് എഴുതിയിട്ട് കുഴിച്ചിടൂ, കുഴിച്ചിടൂ, കുഴിച്ചിടൂ. പാട്ടേട്ടൻ പാടിയ പാട്ട് നീ കേട്ടോ, പാവാട ഇട്ടുകൊണ്ട് ഓടഞ്ഞ കേട്ടോ. അതുപോട്ടെ. ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളം കടക്കുള്ളി ചിപ്പിവളം കുലക്കിരയിൽ ഞാൻ കണ്ട് പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. കൂട്ടം കൂടി കറങ്ങി നടക്കണ മീശമുളക്കാത്ത പയ്യന്മാർക്കും കപ്പടാ മീശയുള്ള ചേട്ടന്മാർക്കും പട്ടയടിക്കുന്ന വിരുദ്ധന്മാർക്കും അടിക്കാൻ ഒന്ന് ചവയ്ക്കാൻ നാടെല്ലാം ചുറ്റി നടന്ന് കുറുക്കു വിൽക്കും എന്നിവൾ. ഞാൻ മീനാക്ഷി, ഊറ് പാലക്കാട്. കണ്ടപ്പം മാറ്റിയാനായി അന്ന് മുതൽ 10 മാസം തികയും വരെ എന്നൊക്കെയ്യ അന്ന പൊണ്ണിന് ശാപ്പാട് വാങ്ങയ്യ പത്ത് പാറയ്യ അരുമയാണ് പൊന്മുറുക്ക് പാറുങ്കയ്യ. ഞാൻ മീനാക്ഷി, ഊറ് പാലക്കാട്. കൽപ്പാത്തി കോവിലിലെ ഉത്സവമാണ് അമ്മൻ കുടവും കരകാട്ടവും. കച്ചവടം ഞാൻ പൊടി പൊടിച്ചേ
തിരക്കിനും തിരക്കിനുമിടയിൽ അരുമയാം ഒരു കുളമ്പൈ ചുറ്റിലും നോക്കി വിതുമ്പിക്കരഞ്ഞ് പേടിച്ചരണ്ട ഒരാൺ കുളമ്പൈ ഓടിച്ചെന്നു വാരിയെടുത്തു ഞാൻ അമ്മ എന്ന് ചൊല്ലി വിതുമ്പുന്നു പൈതൽ കണ്ണീർ തുടച്ചു ഞാൻ അരികിൽ ചേർത്തവരെ സ്വന്തക്കാരെയും കണ്ടതില്ല കാവേറെ ചെന്നിട്ടും കണ്ടില്ലാരെയും തളർന്ന കുഞ്ഞിനെ ഞാൻ മഴയിൽ കിടത്തും നേരം തള്ളി എന്ന് വിളിച്ച് മുഖമണച്ചാരോ അടിച്ചു എന്നെ കുളന്തയിൽ കക്കാൻ വന്നവളെന്നു ചൊല്ലി ക്രൂരമായി തല്ലി കാർക്കിച്ചു തുപ്പി മറുത്തൊന്നും പറയാതെ എല്ലാം സഹിച്ചു ഞാൻ തായ്പാശമെന്തെന്ന് தெரியாമെനിക്ക് കാരണം നാനുമൊന്നമ്മ താനേ നൊന്തുപെറ്റ് പാലൂട്ടി വളർത്തിയ തായി എൻ ചിന്ന രാജാ കുളന്തയായിരിക്കുമ്പോൾ இந்த കോവിലിലെ ഉത്സവ നാളിൽ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയ രാജാവെ കണ്ടില്ല പിന്നെ ഞാൻ കണ്ണനെ ജീവന്റെ ജീവനാമൻ കുളന്തയെ കണവനും കൈവിട്ടു പോയി എന്നെ നാടായ നാട്ടിലെല്ലാം മുറുക്കു വിൽക്കുമ്പോൾ തേടുന്നു ഞാനെൻ ആസാവേ തായ്മനമറിയുന്ന ഞാനെങ്ങനെ കുളന്തയെ കക്കുന്ന കള്ളിയാകും കാരണം ഞാനും ഒരമ്മ താനേ കൊണ്ടു പെറ്റു വളർത്തിയ താൻ ഞാൻ മീനാക്ഷി ഒരു പാലക്കാട് തന്നാനെ 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 മുറുക്ക് വേണമാ മുറുക്ക് അരി മുറുക്ക് നെയ് മുറുക്ക് കടല മുറുക്ക് അരി മുറുക്ക് നെയ് മുറുക്ക് കടല മുറുക്ക് जिया में छन छन छनना छन बाजे रे छोड़ के सुध बुध मेरा हुई रे छोड़ के सुध बुध मेरा हुई रे ऐसो मगन राधा नाचे रे बांधी थी सीधी तिरछ सी लागे जुल्मी ये जुल्फे तेरे पीछे भागे हो बांधी थी सीधी तिरछ सी लागे जुल्मी ये जुल्फे तेरे पीछे भागे अधरों को कैसे करूं कहो बस में भोर की लाली लगाई के ये जागे कान्हा की प्रीत में तारों को खींच के दिन तक नचाएगी म्यूजिक बजेगा लाउड तो राधा नाचेगी म्यूजिक बजेगा लाउड तो राधा नाचेगी म्यूजिक बजेगा लाउड तो राधा नाचेगी
off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. Forever and ever and ever he will reign. Take off your burdens, take off your sorrows, put on your dancing shoes. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Prove it. And lead us forevermore. People of every kind, every nation and every land will come to the Lord Almighty singing songs of praise. Lord, I believe the time is here. The skies are ablaze. The sign is clear. Now I can see it. Who can conceive it? The Holy Spirit's like a fire in my soul. In the Spirit, we fall on our knees and our whole life. Let me hear you. Take off your fears and take off your pain. Put on your robes of righteousness. Groove it. In the Spirit, we fall on our knees and our whole life we lay at your feet. In the Spirit, we fall on our knees and like David, we rise up and live. In the Spirit, we fall on our knees and our whole life we lay at your feet. In the Spirit, we fall on our knees and like David, we rise up and dance before you. ഈ കഥ നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അന്നത്തെ അനന്തപുരിക്കും നെടുമങ്ങാടിനുമിടയിലുള്ള നെട്ടത്തേരി കൊട്ടാരത്തിലാണ്. ഒരെട്ടുതാ ഓപ്പ് ഇതില് 4 അടിക്കുന്നുള്ളല്ലോ. ഒരു കുറ്റിക്കടി.
അമ്മ എന്തിനാ ഗുരു എന്നെ അടിച്ചത്? നീ എന്നോട് പറഞ്ഞു കുറ്റിക്കടിക്കാൻ. ഗുരു അയ്യോ രാജൻ എന്താ ഗുരു ഈ കാണിക്കുന്നത്? എട്ടും കുറ്റിയും അല്ല, ഖജനാവിന്റെ കുറ്റി ഇട്ടോന്ന് ചോദിക്കുകയായിരുന്നു. ആ ഗുരു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജാതകം നോക്കിയിട്ട് എന്തായി? ഞാനിവിടെ മൊത്തം വരച്ചു പെറുക്കിയിട്ട് കണ്ടില്ല. രാജൻ കണ്ടായിരുന്നോ? എടോ അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജാതകത്തിലെ വിശദാംശങ്ങൾ നോക്കിയോ എന്ന്. അതല്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, കുമാരന്മാർ കിടന്ന് കരയുന്ന കണ്ടില്ലേ? ഇവന്മാരുടെ കരച്ചിൽ നിർത്താൻ എന്താണ് ഒരു പോംവഴി? ആരെവിടെ? തോഴി ശശികലയോട് പുറത്തോട്ട് വരാൻ പറയൂ. എന്തിനാ ഗുരു ശശികലയെ വരാൻ പറഞ്ഞത്? കണ്ടോ രാജൻ, ഇപ്പോ പിള്ളേർ കരച്ചിൽ നിർത്തി. ശശികലെ മേലിൽ അന്തപുരത്തിനകത്ത് കയറുകയോ പിള്ളേരെ നോക്കി ചിരിക്കുകയോ ചെയ്യരുത്. കേറി പോടിയാത്ത. ഗുരു, ജാതകത്തിന്റെ ബാക്കി പറയും. പ്രഭോ, ഒരു ദുർനിമിത്തം കാണുന്നുണ്ട്. അയ്യോ ഗുരു, എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ 2 മക്കളിൽ ഒരാൾ കുശാഗ്ര ബുദ്ധിശാലിയാണ്. രണ്ടാമൻ ബുദ്ധി കുറഞ്ഞവനും. ഈ ബുദ്ധി കുറഞ്ഞ കുമാരൻ ഇനിയും ഈ കൊട്ടാരത്തിൽ നിന്നാൽ ഈ കൊട്ടാരത്തിൽ പല അനർത്ഥങ്ങളും സംഭവിക്കും. അയ്യോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങിപ്പോ എന്താണ് കുടിച്ചത്? പച്ചവെള്ളം. പച്ചവെള്ളം കുടിച്ചാൽ എങ്ങനെ പിടുത്തം കിട്ടാനാ? പിടുത്തം കിട്ടണമെങ്കിൽ മറ്റവൻ കുടിക്കണം. സോമരസം. ഓ, എന്താണോ ഈ പറയുന്നത്? എടോ, ഇതിനെന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കുക. ഓ എന്ന്. അതിന് ഞാനൊരു പോംവഴി പറയാൻ പ്രഭു. ബുദ്ധി കുറഞ്ഞ കുമാരനെ ആരും അറിയാതെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കൊണ്ട് നമുക്ക് ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കാം? നാം നമ്മുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനാ ഗുരു? ഉപേക്ഷിക്കണം രാജൻ, ഉപേക്ഷിക്കണം. എങ്കിൽ ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അവന്റെ കയ്യിൽ രാജമുദ്ര പതിപ്പിക്കണം. എന്നിട്ട് വേണം അവനെ അതിർത്തിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ. അങ്ങനെ ഇവരെ ആരെയും മൈൻഡ് ചെയ്യാതെ വർഷം 19 കടന്നുപോയി. ഗുരുവിന്റെ മണ്ടത്തരമാണോ ഭടന്മാരുടെ പിടിപ്പുകേടാണോ എന്നറിയില്ല. അവർ ബുദ്ധി കൂടിയ കുഞ്ഞിനെയാണ് അയൽ രാജ്യത്ത് ഉപേക്ഷിച്ചത്. ബുദ്ധി കുറഞ്ഞ കുഞ്ഞ് കൊട്ടാരത്തിലും. ശേഷം കാഴ്ചയിൽ. രാജാതിരാജൻ യുവരാജാവ് കോമളകുമാരൻ ഇതാ എഴുന്നള്ളുന്നേ. മതി പട, ഇനി ഞാൻ ഊതാം. ഇതിൽ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ. നേരെ ഊതറ, എന്നല്ലേ ശബ്ദം കേൾക്കൂ. പടൻ രാജൻ കുമാരൻ, അയൽ രാജ്യത്ത് നിന്നും ഒരു ഓല വന്നിട്ടുണ്ട്. പച്ചയോ അതോ ഉണങ്ങി വീണതാണോ? അതല്ലെന്ന്. പിന്നെ സന്ദേശം. കുമാര, അമ്മ അച്ഛൻ. അമ്മാച്ചന. അമ്മാച്ചനല്ല, നമ്മുടെ അച്ഛൻ വന്ന് കയറണമെന്ന്. കുമാര, നീ ഇന്ന് കുതിര സവാരിക്ക് പോയില്ലേ? ഇല്ല, ഇനി മുതൽ കുതിര സവാരിക്ക് നോമില്ല. അതെന്താടാ? പ്രജകളൊക്കെ പറയുന്നു കുതിരയുടെ പുറത്തൊരു കഴുത ഇരുന്ന് പോകണമെന്ന്. രാജൻ, കൊട്ടാരത്തിൽ നിന്നും നെല്ല് മോട്ടിച്ചവന് കിട്ടിയിട്ടുണ്ട്. അവന് എത്ര അടി കൊടുക്കണം? ഒരു 2000 കൊടുത്തേക്കൂ. പ്രഭോ, അത് തീരെ കുറഞ്ഞു പോയി. അത് ശരിയാ, എന്നാ ഞാൻ പറയാം. അച്ഛാ, അവനൊരു 900 അടിയെങ്കിലും കൊടുക്കണം. എങ്ങനെയുണ്ട് അച്ഛാ എന്റെ ബുദ്ധി? ഫസ്റ്റ് രാജഗുരു, അങ്ങ് ഇത്രയും സമയം എവിടെ പോയിരുന്നു? പ്രഭു, ഞാൻ അങ്ങാടിയിൽ പോയി വരുന്ന വഴിക്ക് ശത്രു സൈന്യം നമ്മെ വളഞ്ഞു. അവരെന്റെ തലയ്ക്ക് വില പറഞ്ഞു. എന്നിട്ട് എന്തായി ഗുരു? ഞാൻ 4 എണ്ണ പറഞ്ഞു. എന്ത്? രാജഗുരുവായ അങ്ങയുടെ തലയ്ക്ക് കേവലം 4 എണ്ണയോ? യോ, എന്റെ തലയ്ക്കല്ല, പിന്നെ ഞാൻ വാങ്ങിച്ച ഈ ചൂരത്തലയ്ക്ക്. ഗുരു, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കൊട്ടാരത്തിൽ മീൻ കൊണ്ട് വരരുതേ വരരുതേ എന്ന്. കൊട്ടാരത്തിൽ മീൻ കൊണ്ടുവന്നാൽ എന്താ രാജൻ കുഴപ്പം? അയ്യോ, വേറൊന്നും കൊണ്ടല്ല. ഇനി ഞാൻ തന്നെ ഇത് വെട്ടണം, കഴുകണം, അവക്ക് കറി വെച്ച് കൊടുക്കണം. മീൻ മുള്ളു തൊണ്ടേ കുരുങ്ങി അതിനും വഴക്ക് എനിക്ക്. ഒരു മീൻ വരുത്തി വെച്ചേക്കണം ജനങ്ങളെ. രാജഗുരു, നമ്മുടെ സൈന്യാധിപനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഓ, അങ്ങേരുടെ കാര്യം ഒന്നും പറയണ്ട പ്രഭു. എങ്കിൽ പറയണ്ട. അയ്യോ, അതല്ല. പുള്ളിക്കാരൻ ഇന്നലെ പാതിരാത്രി മൂത്രം ഒഴിക്കാൻ പുറത്തിറങ്ങിയപ്പോ വവ്വാലിനെ കണ്ടു പേടിച്ച് പനി പിടിച്ച് കിടപ്പാ. പ്രഭോ, കൊട്ടാര വളപ്പിൽ നിന്നും തേങ്ങ മോഷ്ടിച്ച് ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനെ എന്തു ചെയ്യണം? ഓഹോ, ഇവൻ ഇത്രയ്ക്ക് ധിക്കാരമോ? എങ്കിൽ ഇവനെ ശരശയിൽ കിടത്തി തേങ്ങ കടിച്ച് പൊതിപ്പിക്കൂ വേഗം. കണ്ടല്ലോ, ഇന്നു മുതൽ ഇവനാണ് ഇവിടുത്തെ ആസ്ഥാന തേങ്ങ പതിപ്പുകാരൻ. പ്രഭു, അപ്പൊ ശമ്പളം? ശമ്പളം ഇവനെ തൂണിൽ കെട്ടി 10 ചാട്ടമാരടി കൊടുക്കൂ വേഗം. രാജൻ, പ്രഭു, കുമാരന് കാണാൻ കൊണ്ടുവന്ന ജിറാഫിനെയും ഒട്ടകത്തെയും എന്തു ചെയ്യണം? അത് ഇവിടെ നിന്നും 12 ഫെർലോ മകലെയുള്ള വെള്ളയമ്പലം കാട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടണം. അത് അവിടെ കിടന്ന് വളരട്ടെ. ഇതാണത്രേ പിൽക്കാലത്ത് തിരുവനന്തപുരം മ്യൂസിയമായി അറിയപ്പെട്ടത്. അതേ നമ്മുടെ ആചാര്യൻ വരുന്നു.
കണ്ടോ നമ്മുടെ ആചാര്യൻ ഇപ്പോഴേ അഭ്യാസം തുടങ്ങി. ഇത് അഭ്യാസമൊന്നും അല്ലടാ. കൊട്ടാര അടുക്കളയിൽ നിന്ന് ആരും കാണാതെ ഒരു കഷ്ണം കാച്ചിലെടുത്ത് വായിക്കാത്തിട്ട് പൊള്ളി എന്റെ അടപ്പിളതി. ഓ ആ എന്റെ അമ്മോ. കുമാര, നമുക്ക് അഭ്യാസം തുടങ്ങാം. ശരി ആചാര്യ. ആദ്യം നമുക്ക് അടിതട പഠിക്കാം. ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. ഞാൻ രണ്ടെന്ന് പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. ശരി. ഞാൻ മൂന്നെന്ന് പറയുമ്പോൾ നീ എന്റെ ഇവിടെ അടിക്കണം. കേട്ടല്ലോ? നമുക്ക് തുടങ്ങാം. ആദ്യം പരിശീലനം. ശരി. 1 മിടുക്കൻ, 2 മിടുമിടുക്കൻ, 3 മിടുക്കൻ. ഇനി ആ കമ്പെടുക്കൂ. അറിയാലോ? തുടങ്ങിക്കോളൂ. 1 2 പാവം. ഇനി 3-ന്റെ അന്ന് കണ്ണു തുറന്ന് വെള്ളം ചോദിച്ചിട്ട് 7 ദിവസം കിടക്കും വീണ്ടും. പ്രഭു, അയൽ രാജ്യത്തു നിന്ന് ഒരു സന്ദേശം വന്നിട്ടുണ്ട്. എന്താ വായിക്കൂ. മാന്യ ശ്രീ കോമളകുമാരന് അയൽ രാജ്യത്തെ വേതാളകുമാരനുമായി വരുന്ന വെള്ളിയാഴ്ച ഒരു അംഗത്തിന് തയ്യാറുണ്ടോ എന്നാണ് സന്ദേശം. വെള്ളിയാഴ്ചയോ? അയ്യോ, അന്ന് പറ്റത്തില്ല. അതെന്താ? അന്ന് നമ്മുടെ സുശീലദാസിയുടെ അപ്പച്ചിയുടെ മോടെ കല്യാണമാണ്. അയ്യോ. പാപ്പനംകോട്ട് വെച്ച് കാലത്തെ പോവും, വൈകിട്ട് അടുക്കളയെ കണ്ടേ തിരിച്ചു വരൂ. പിന്നെ ശനിയും ഞായറും ആണെങ്കിൽ നോക്കാം. കുമാര, അന്ന് ആയുധ പൂജയല്ലേ? എടാ, അതുകൊണ്ടല്ലേ അന്ന് ഞാൻ യുദ്ധം വെച്ചത്. അന്ന് ഇവന്മാർ ആയുധങ്ങളൊക്കെ പൂജ വെച്ചിട്ട് ഇനി പോരും. ഒന്നുമല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞ് കയറ്റി വിട്ടുകൊടുക്കാൻ നമുക്ക്. കുമാരൻ ഒടുക്കത്തെ ബുദ്ധി. ഇത് വേതാള രാജകുമാരന്റെ കൊട്ടാരം, സ്ഥലം പാറശാല. തള്ള കിടുക്കാട്ടം. ആയടാ അവിടെ അപ്പിയക്കുള്ള കീഴെ മറ്റും കൊണ്ടുവരും. ഇല്ലോളം നൃത്തം കളിച്ചാൽ എന്തിന് ഇത്രയും വലിയ പണക്കിഴി? അയ്യോ, ആര് പറഞ്ഞു പണക്കിഴിയെന്ന്? ഇത് ഞവരക്കിഴിയാണ്. ആര് ഊപ്പാട ഒന്നല്ലേ കൊണ്ടുപോയി അനത്തി. പടാ പടാ, ആ വാടൽ മന്ത്രിയോടെ പോയി. മന്ത്രിയുടെ മൈനീര് അപ്പിക്ക് ഇളക്കം ഉള്ളുള്ള തൈലം കൊണ്ടുവരാൻ പോയിരിക്കണേ. കൊള്ളാല്ലേ? ഇത് എവിടെ നീ പടം? കള്ള, ഇത് നമ്മളെ കിളിമാനൂർ കൊട്ടാരത്തിലെ മച്ചമ്പി വരച്ചത്. കാലില് കട്ടക്കാര മുള്ളുണ്ട സൗന്തള. എന്തരാ കേക്കണത്? അത് റാണിയുടെ പാട്ടാരാജൻ. ഞെരുപ്പ്. റാണിയുടെ പാട്ടൊക്കെ ഈ സത്തോ? തകരപ്പാട്ട എന്നാടേ? ചുമ്മാ രായൻ, റാണി പാട്ട് പാടണെന്ന്. രായൻ നാണ്ട അനിയെത്തി. തള്ളേ, നിന്റെ അനിയത്തിയാ? വിളിക്കി. അപ്പൊ ഇങ്ങേർക്ക് ഇത് എന്തെന്റെ ഏതൊക്കെയാണ്? എന്റെ അനിയത്തിയല്ല, ഇവിടത്തെ പടം അനിയത്തി എന്നാ പറഞ്ഞത്. രായൻ, നിങ്ങളിങ്ങനെ കളിച്ചോണ്ടിരിക്കും. ശനിയാഴ്ച യുദ്ധം ഉണ്ട് നൈത്തുകളെന്ന് പറഞ്ഞ് ഈ ഉത്തരവാദിത്തങ്ങളും മറ്റുള്ള ഈ മന്ത്രി ഇതവിടെ പോയി കിടക്കണമെന്തോ. രായൻ, ആ വാറല് മന്ത്രി ഇങ്ങോട്ട് വരണേട്ടാ. എന്നാ മന്ത്രി കളവ, നിങ്ങൾ എവിടെ പോയിരുന്നെ? എവിടെ പോയി? ഉത്തുപോരം മല്ലിമുളക് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയത്. നിങ്ങൾ ഇങ്ങനെ വാളി അടിച്ച് നടക്കാതെ. ശനിയാഴ്ച യുദ്ധം ഉണ്ട്, എല്ലാരും വിളിച്ചറിയിക്കും. എടാ സോമ, എടാ സുഖു, എടാ രമണ, എടാ ശനിയാഴ്ച യുദ്ധം ഉണ്ടെന്ന്. യുദ്ധം? അയ്യ, ഇത് ആക്കുള്ളത് അയ്യൻ തന്നെ കേട്ടോ. അങ്ങോട്ടെന്ന് പറയുന്നേ. എന്തായിരുന്നേ കളവി തള്ളി പിടിച്ചോണ്ട് അന്തപ്പുരത്തിലോട്ട് വന്നേക്കണത്? നിങ്ങൾക്ക് എന്താ ഉളുക്ക്? അയ്യോ ചെല്ല, പിള്ള വാടിപ്പോയി. ഉള്ളെല്ലാം പാല് കുടിച്ചിട്ട് നില്ലപ്പി. ഇങ്ങോട്ട് അടിക്കി. അപ്പിക്ക് വേണ കുത്തുപുരം കിട്ടിയിരുന്നെങ്കി. അയ്യോ, പാലേ കൂച്ചു. ആ വാളുകൾ മറ്റും തുരുമ്പെടുത്ത് അതൊന്ന് ഇത്തിപ്പോലെ മണ്ണെണ്ണിട്ട് പിടിക്കും. നിങ്ങൾ വന്നാലും പറയും. രായ്, തക്കല മണിയൻ രാജാവിന്റെ കുതിര വിൽക്കാൻ പോണെന്ന് ഇതാ പണം തന്നു വിട്ടിട്ടുണ്ട്. പോതിച്ചയ്ക്ക് വാങ്ങി. ഇതെന്തൊരു രായം കിടന്ന് കിണിക്കുന്നത്? തള്ളേ, ഈ കുതിരയാണ് കഴിഞ്ഞ യുദ്ധത്തിന് നമ്മളെ തന്തപ്പടി ചവിട്ടി കൊന്നത്. ആഴിക്ക പുല്ല് നിക്കണ നിപ്പ് വേണ്ട. നിങ്ങൾ എന്നാരും പറയും. അപ്പി ഇടിച്ചക്ക പ്ലാമൂടെ കൊട്ടാരത്തിന്ന് മൈനി ഓല കൊടുത്തു വിട്ടേക്കണ്. നാത്തൂന്റെ മോളെ പേറ്റിന് വിളിച്ചോണ്ട് പോണാന്ന്. പോണ്ടേ? ഏക്കോടോളം മറ്റും കൊണ്ട് കൊടുക്കണ്ടേ? ചെന്ന് കയറി കൊടുക്കും. അപ്പോ പങ്കം തന്നെ കേട്ട. നിങ്ങളെ മാപ്പിള മരിച്ചിടന്നപ്പോ ഒരു തുള്ളി കണ്ണീര് വിടാത്ത അഴുക്ക കൂട്ടങ്ങളാണ്. അയത്തങ്ങൾ അഴുക്ക കൂട്ടം. അയ്യം രായൻ, ദോ റാണി വരണേ. കൊത്തോ? അപ്പേ തേനീച്ചർ റാണിയല്ല, നമ്മളെ റാണി വന്നെന്ന്. രാജൻ, ഒരു സന്തോഷ വാർത്തയുണ്ട്. പറയും. കൊട്ടാരത്തിൽ പുതിയൊരു അതിഥി വരാൻ പോകുന്നു. അപ്പ് നീ നിന്റെ കള്ള മാപ്പിളയും കൂടെ എന്നെ ഒതുക്കോടി. അയ്യോ അതല്ല, അങ്ങൊരു അച്ഛനാകാൻ പോകുന്നു. രായൻ,
നെട്ടത്തേരി കൊട്ടാരത്തിൽ നിന്ന് ഓല വന്നെന്ന് അവന്മാർ യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്ന്. ഇത്തവണ അവന്മാരെ പൊട്ടിച്ച് അവിടുത്തെ സ്വർണം മൊത്തം നമുക്ക് കൊണ്ടുവരണം. ചെല്ലക്കിളി പറഞ്ഞതാണ് എന്നെ ബോധിച്ച്. അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്വർണ്ണ ഉരുപ്പടിയും ഉരുളിയും ചരപ്പൊളി മാലകളും എല്ലാം കൈയിട്ട് വേണം നമുക്ക്. അതാണ് എന്റെ ജീവിത ലക്ഷ്യം. തയ്യാറെടുത്തോളി, യുദ്ധം തുടങ്ങാം. പയലെ വേച്ചും വരച്ച് മുട്ടടിച്ചിരിക്കാതെ വാടാ പയലെ യുദ്ധത്തിന്. എടാ പടന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരാതിയല്ലേ? നിങ്ങളെ ഒരു കാര്യത്തിന് ഞാൻ മുമ്പേ നിർത്തല്ലെന്ന്. ഇന്ന് നിങ്ങൾ എല്ലാവരും മുമ്പേ നിന്നോളണം, ഞാൻ പിറകെ നിൽക്കൂ. കുഴിത്തിരുമ്പോ കുഞ്ഞാമ്മ പിടിച്ച പയല് ധൈര്യം ഉണ്ടെങ്കിൽ അമ്മേരെ മുലപ്പാൽ ഒടിച്ചോണെങ്കിൽ മുന്നോട്ട് വാടാ. ചെല്ല് അവൻ വെല്ലുവിളിക്കുന്ന കേട്ടില്ലേ? ഇല്ല, ഞാൻ പോവില്ല. അതെന്ത്? ഞാൻ കുപ്പിപ്പാലാണ് കുടിച്ചു വളർന്നത്. പടാ നോക്കിക്കൊണ്ടിരിക്കാൻ വെട്ടി പിരിക്കി. ഉത്തരവ് രായൻ. അയ്യോ രായൻ, ഞാൻ വാളെടുത്തില്ല, ഓറ മാത്രമേ എടുത്തുള്ളൂ. വിട്ടില് പയലെ മാറിപ്പോടാ. രായൻ അവിടെ കുഴലൂതി, നമുക്കും വല്ല ഊതണ്ടേ? ചെന്ന് നിന്ന് ഊതിക്കൊടു, വെട്ടി കയറ്റി തരുമാര്. ഉയിര് പിടിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം. അതിനിടയ്ക്ക് ഊതാൻ നടക്കണവൻ പോടാ അവിടെ നിന്ന്. രാജാ ആനപ്പട ഇറക്കട്ടെ? വേണ്ട. അതെന്താ? ആന കോണോട് കോണേ പോവും. ഓ എങ്കിൽ രാജാ നമുക്ക് കാലാൽപ്പട ഇറക്കാം. അതാണ് നല്ലത്. അതെന്താ? കുറെ പടന്മാരുടെ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടും. നോക്കിക്കൊണ്ടിരിക്കാതെ ചെന്ന് വെട്ടി പിരിക്കില്ല. ഇറങ്ങി വെട്ടില്ലടാ. സേനാനായകരെന്ന് പേരേ ഉള്ളു, പ്രാരാബ്ധക്കാരനാണ്. പതുക്കെ വെട്ടി കേട്ടനേടാ. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നല്ല. ഏറ്റവും പിറകെ ചെന്ന് നിൽക്കാം, അവസാനം ചാവാം. എന്താണോ വെട്ടാത്തത്? രായൻ അവൻ തോറ്റെന്നാണ് എന്റെ ചെവി പറഞ്ഞത്. അപ്പൊ നമുക്ക് പൊക്കൂടെ? ആരെവിടെ? യുദ്ധം കൊഴുക്കട്ടെ. എനിക്കും വേണം. എന്തോന്ന് കൊഴുക്കട്ട? പോയി യുദ്ധം ചെയ്യടാ. നിർത്തൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? കുമാരൻ ഒന്നോർക്കണം, പണ്ട് എനിക്ക് പറ്റിയ കയ്യബദ്ധം കാരണമാണ് കുമാരൻ അയൽ രാജ്യത്ത് വളരേണ്ടി വന്നത്. ഇപ്പോ ഈ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ നിങ്ങൾ സ്വന്തം സഹോദരനോട് യുദ്ധം ചെയ്യുന്നു. പക്ഷെ ഒന്നോർത്തു, നിങ്ങൾ എത്ര യുദ്ധം ചെയ്താലും ഇവിടത്തെ അമൂല്യങ്ങളായ സ്വർണവും രത്നവും ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതെല്ലാം അനന്തപുരി വാഴുന്ന ശ്രീപത്മനാഭന്റെ കലവറയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും അത് ശ്രീപത്മനാഭന് സ്വന്തം. ഏതായാലും ഈ യുദ്ധഭൂമിയിൽ വെച്ചെങ്കിലും കുമാരന്മാരെ ഒന്നിച്ചു കാണാൻ പറ്റിയല്ലോ. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ശക്തി തരംഗം കേസീവയ്യം യുവശക്തി, ഇത് യുവശക്തി. മോചനരണശക്തി മനുഷ്യ മനസ്സിലുണങ്ങും ദൈവമനത്തമുണർത്തും പുരുശക്തി. വിലയിടിയാത്തൊരു വിജ്ഞാനത്താൽ അടിപതറാത്തൊരു വിശ്വാസത്താൽ പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ സമൂഹം പടുത്തുയർത്തും യുവശക്തി. അധർമ്മമെങ്ങും അമർത്തിടാം, സമൃദ്ധിയെങ്ങും ഉണർത്തിടാം. സാഹോദര്യം സഹകരണം ഭഗവാനാക്കും യുവശക്തി. യുവശക്തി, ഇത് യുവശക്തി. KCYM യുവശക്തി, KCYM യുവശക്തി, KCYM യുവശക്തി.